ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഉം? അപ്പോഴേ ഒരു വാർത്തയുണ്ട്. ഈ ഇന്ദ്രൻ ചേട്ടൻ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. സോറി ബോയ്സ്. അപ്പോൾ ഞാൻ രാവിലെ കിടക്കപ്പായെന്ന് എണ്ണീറ്റ് മുഖം പോലും കഴുകിയിട്ടില്ല. നേരെ വന്ന് ഈ വീഡിയോ ചെയ്യുവാണ്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. അപ്പോൾ UFC 299 ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞെട്ടിക്കുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോക്സിങ്ങിൽ ജോഷുവ എൻഗാനോ ഫൈറ്റാണ്. അപ്പോൾ ആന്റണി ജോഷുവ ഫ്രാൻസിസ് എൻഗാനോനെ സെക്കൻഡ് റൗണ്ടിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അത് പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മാസിവ് നോക്കൗട്ട്. എന്താണ് ഈ മാസിവ് എന്ന് പറഞ്ഞാൽ? മാസിവ് എന്ന് പറഞ്ഞാൽ ഭീകരം, അതിഭീകരമായിട്ടുള്ള നോക്കൗട്ട് കൊടുത്തിരിക്കുകയാണ്. ഫ്രാൻസിസ് എൻഗാനോൻ്റെ കാലൊക്കെ മടങ്ങി. ഇതറിയാമല്ലോ, ആ ബോധം പോകുമ്പോൾ നമ്മൾ വീഴുമ്പോൾ കാലൊക്കെ വളഞ്ഞു ഇമാതിരിയായിട്ടാണ് വീഴുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചക്ക വെട്ടിയിട്ട് വീഴത്തില്ലേ, അതേപോലെ മരവിച്ചു പോയി ഫ്രാൻസിസ് എൻഗാനോ. ആ രീതിയിലാണ് നോക്കൗട്ടായത്, മാസിവ് നോക്കൗട്ട്. എനിക്ക് തോന്നുന്നത് ഫ്രാൻസിസ് എൻഗാനോവിൻ്റെ കരിയറിൽ മൂപ്പരാണ് മറ്റുള്ളവരിങ്ങനെ നോക്കൗട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ ആരും ഇതുപോലെ നോക്കൗട്ട് ചെയ്തിട്ടില്ല. ഒരു ഭീകര സംഭവമായിപ്പോൾ. അത് സെക്കൻഡ് റൗണ്ടിൽ ആന്റണി ജോഷുവ അപാര ഫോമിലാണ്. ഞെട്ടിക്കുന്ന വാർത്തയല്ലേ. അപ്പം എന്നോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ അദ്ദേഹം കമൻറ്റ് ചെയ്ത് ചോദിച്ചാണ്, അണ്ണാ ഈ വീഡിയോ എങ്ങനെ ലൈവ് കാണും? ഇതൊക്കെ ഇൻ്റർനാഷണൽ ഫൈറ്റ്സ് ആണ്. അപ്പോൾ ഇത് ലൈവ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പേയ്മെൻറ്റൊക്കെ നടത്തിയിട്ട് വേണം. ചില ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നമുക്ക് കാണാനായിട്ട്. അങ്ങനെയൊന്നും ആരും കാണത്തില്ല, കാരണം പേയ്മെൻറ്റൊക്കെ ഡോളറിലായിരിക്കും. അപ്പോൾ ഞാൻ എന്താണ് സാധാരണ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫൈറ്റിന് ശേഷം നമ്മൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കിയാൽ മതി ജോഷുവ എൻഗാനോ, അല്ലെങ്കിൽ ഇത് വെറുതെ കയറി വരും. അതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അവന്മാർ, ഫോറിനിലുള്ള അവന്മാർ, ഇതൊന്നെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതൊന്നും നമ്മൾ കമൻറ്റ് ചെയ്യുന്നില്ല. അവർ ഈ വീഡിയോ എടുത്തിടും. അത് ലീഗലാണോ ഇല്ലീഗലാണോ നമുക്കറിയത്തില്ല. അവർ വീഡിയോ എടുത്തിടും, ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് കണ്ടാൽ മതി. അല്ല നമുക്ക് ലൈവ് തന്നെ കാണണമെന്ന് നിർബന്ധമുണ്ടോ? പിന്നെ ആ ഓൺ ദ സ്പോട്ട് നമുക്ക് കാണത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കാണുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സായിപ്പ് ഡോക്ടറിൻ്റെ, അദ്ദേഹം ഡോക്ടറാണ്, ബ്രയാൻ സട്ടറർ എന്നാണ് പേര്. ബ്രയാൻ സട്ടറർ, BRIAN SUTTERER, അങ്ങനെ എന്തോ ആണ് പുള്ളി പേര്. ഡോക്ടറാണ് പുള്ളി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ കോമ്പാറ്റ് സ്പോർട്സിൻ്റെ ഫൈറ്റിന് ശേഷം നോക്കൗട്ടൊക്കെ ആവുമല്ലോ, പുള്ളി അത് പഠിച്ചിട്ട് അത് വീഡിയോ ആയിട്ട് ചെയ്യും. അതെങ്ങനെ നോക്കൗട്ടായി, എന്തുകൊണ്ട് നോക്കൗട്ടായി, തലയ്ക്കുള്ളിൽ എന്ത് സംഭവിച്ചു, ചെവിക്കുള്ളിൽ എന്ത് സംഭവിച്ചു, അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടറിൻ്റെ ആംഗിളിൽ പുള്ളി അത് കാണും. ഞാനതാണ് കാണാറ്. ഞാനിപ്പോൾ കണ്ടിട്ട് വരുന്നേ ഉള്ളൂ. ഡോക്ടർ പെട്ടെന്നാണ് ഇതൊക്കെ ഇടുന്നത്. അപ്പം ഈ എൻഗാനോൻ്റെ ഒരു മാസീവ് റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ജോഷുവയുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ, റൈറ്റ് ഹാൻഡ് വെച്ച് പഞ്ച് ചെയ്തിട്ട് ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് ഈ ചെവിയുടെ ഈ ഭാഗത്തായിട്ട് ബാലൻസ് ഉണ്ടല്ലോ, ബോഡിയുടെ ബാലൻസ് ഫുള്ള് ഈ ചെവിയുടെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡിലാണ്. അതൊക്കെ ഡോക്ടർ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി അത് കാണിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നോക്കൗട്ട് ആയതിനു ശേഷം ചെവിക്ക് ഉള്ളിലാണോ കണ്ണിനുള്ളിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടർ അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് ചെവിക്കുള്ളിൽ എന്തോ ഒരു സാധനം അടിച്ചു പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എൻഗാനോ ചക്ക വെട്ടിയിട്ട് പോലെ വീണു കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് സ്വപ്നം കാണുവാണ്, കാരണം ഞാൻ കിടക്കപ്പായി നേരെ വരുവാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സ്വപ്നം വല്ലതാണോ? സ്വപ്നമല്ല കേട്ടോ, യാഥാർത്ഥ്യമാണ്. എൻഗാനോ തോറ്റിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡാന വൈറ്റ് ഇരുന്ന് ചിരിയായിരിക്കും. ഇന്ന് ഡാന വൈറ്റ് വെള്ളവടി പാർട്ടിയൊക്കെ നടത്തും. കാരണം ഡാന വൈറ്റ് ഇരുന്ന്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഡാന വൈറ്റിൻ്റെ ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കും. ജോൺ ജോൺസിനും ഒരു ചെറിയ ജോൺ ജോൺസ് പുറമെ അഭിനയിക്കും, കരച്ചിലൊക്കെ പോലെ ഇങ്ങനെ അഭിനയിക്കും. പക്ഷേ ജോൺ ജോൺസ് സത്യം പറഞ്ഞാൽ ചിരിക്കുകയാണോ കരയാമെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് എൻഗാനോവും ഈ കളിയും കൂടെ ജയിച്ചിരുന്നെങ്കിൽ മിക്കവാറും ഡാന വൈറ്റ് വന്ന് കാലേ വീണേനെ. ഇപ്പം എനിക്കറിയില്ല പുള്ളിയുടെ. പിന്നെ എന്താണ്, ഇപ്പം എന്നെ സംബന്ധിച്ചുണ്ടല്ലോ, എൻഗാനോ ദുഃഖിതനായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ഫൈറ്റർ ചിലപ്പോൾ ജയിക്കും, പരാജയപ്പെടും. ഇതൊക്കെ നാച്ചുറലാണ് അവരുടെ ലൈഫിൽ. ഇപ്പം ക്യാഷ് കിട്ടാനുള്ള എൻഗാനോന് കിട്ടി. പക്ഷേ ഞാൻ പറയുന്നത് എൻഗാനോൻ്റെ മാർക്കറ്റാണ് ഞാൻ പറയുന്നത്. ഇനിയും ആ ഒരു മാർക്കറ്റ് പുള്ളിക്ക് ഉണ്ടോ? പിന്നെ ഹബീബ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇങ്ങനെ ഭീകരമായിട്ടൊക്കെ നോക്കൗട്ട് ചെയ്യുമ്പോൾ പിന്നെ അദ്ദേഹം സെയിം ആയിരിക്കില്ല, എന്നേക്കുമായിട്ടുള്ളൂ. പിന്നെ അവരുടെ ആ ബോഡി മൈൻഡ് ചേഞ്ച് ആവുകയാണ്. ഇത്ര ഭീകരമായി നോക്കൗട്ട്. ഡിസിഷൻ വിക്ടറി ഓക്കെ, ലോസ് ഒക്കെ ഓക്കെ, പക്ഷേ ഭീകര നോക്കൗട്ടുകൾ നമുക്ക് എത്രയോ കേസുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റിൻ ഗേജി, ടോണി ഫെർഗൂസൺ,
ആ കളിക്ക് ശേഷമാണ് ഫെർഗസൺ പിന്നെ ജയിച്ചിട്ടില്ല. അപ്പോൾ അതാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഞാൻ പറയുന്നതല്ല, നമ്മളൊക്കെ ചെറിയ ചെറിയ ഫൈറ്റേഴ്സാണ്. ഹബീബ് പറയുന്ന കേസാണ്. അപ്പോൾ വീഡിയോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾ പോയി ഹൈലൈറ്റ്സ് ഒക്കെ കാണും. ഇതൊന്ന് കണ്ടു നോക്കൂ. ഡോക്ടറിൻ്റെ ബ്രയാൻ സട്ടറർ, BRIANSUTTERER, അദ്ദേഹം ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ, 10-15 വിറ്റായിട്ടേ ഉള്ളൂ. എൻഗാനുവിന് എന്ത് സംഭവിച്ചു ചെവിക്ക്, അങ്ങനെ ആ ഇടി കൊണ്ടിട്ടേ. ജോഷുവയുടെ ആ ഒരു ഇതുണ്ടല്ലോ, റൈറ്റ് ഹാൻഡ് ഫുൾ ബോഡി വെയിറ്റ് എടുത്ത് മാക്സിമം പവറിലാണ്. എനിക്ക് തോന്നുന്നു ജോഷുവ പുള്ളിയുടെ എൻറ്റയർ കരിയറിൽ ഇത്ര ഭീകരമായിട്ട് പഞ്ച് യൂസ് ചെയ്തിട്ടില്ല. ഫുൾ പഞ്ചിങ് പവർ യൂസ് ചെയ്തിട്ടാണ് എൻഗാനുവിനെ വീഴ്ത്തിയിട്ടുള്ളത്. 2ാം റൗണ്ട് കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ. ഞാൻ എൻഗാനുവിൻ്റെ ലെവൽ വെച്ച് പുള്ളി ഒരു 10 റൗണ്ടൊക്കെ പോകേണ്ടതാണ് അല്ലേ? ഈ ബോക്സിങ്ങിൽ അങ്ങനെയല്ലേ, 10-13 റൗണ്ടൊക്കെ പോകുമല്ലോ. 2 റൗണ്ട് എന്ന് പറയുമ്പോൾ ടൈസൺ ഫ്യൂറി നിരാശനായി കാണും. അയ്യോടാ ചേടാ ഒന്നായി കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയി കാണുക. ഇതൊരു ഹോട്ട് ന്യൂസാണ്. ബൈ ഗൈസ്, ടേക്ക് കെയർ.